ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മുടെ റഷീബ് ബഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ ബ്രദറിൻ്റെ വീടാണ് കേട്ടോ. ബ്രദറിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് തന്നെയാണ്. ഉപ്പയും ഉമ്മയും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു. നമുക്ക് ഒരാളേ ഉള്ളൂ ബ്രദറായിട്ട്. അപ്പോൾ അവരുടെ വീടാണ് ഇത്. നമ്മൾ ആദ്യം ഒരു ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റിൽ. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് ഇങ്ങനെ ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. മതിലും കാര്യങ്ങളൊക്കെ തേപ്പും മതിൽ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് അങ്ങനെയുള്ള പണികൾ. പിന്നെ പെയിൻറ്റിങ് പണിയായിരുന്നു. അത് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂര്യൻ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ഐശുവിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ പണിക്കാർക്ക് വെച്ച വെള്ളവും ജഗ്ഗൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് അങ്ങോട്ട് ഉള്ളിൽ കയറി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ നിലം കണ്ടിട്ട് എല്ലാവരും മുസൈക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുസൈക്കല്ല കേട്ടോ, അത് ടൈൽ തന്നെയാണ്. അപ്പോൾ ഇതാ ഇവിടെ കുറേ ആക്രി സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കണ്ടോ. 1 2 3 4 സാധനം ഉണ്ട് കേട്ടോ. ഇതെവിടെ വന്നാലും പിത്തനെയാണ്, കണ്ടില്ലേ. ആ ചെക്കനെ പിത്തന ഉണ്ടാക്കിയിട്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നല്ലപോലെ തന്നെയാണ് വീഡിയോ എടുത്തത്. നല്ലപോലെ പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ തന്നെ കാര്യങ്ങളൊക്കെ പണ്ട്. അപ്പോൾ അവർ ടി വിയും പാട്ടൊക്കെ വെച്ചിട്ട് നല്ല കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പിലാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ കറപറാന്ന് കിടക്കണുണ്ട്. അതൊന്നും നിങ്ങളൊന്നും കരുതരുത്. എന്താ പറഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടല്ലേ. അപ്പോൾ അതെല്ലാം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ത്രീനെ വിളിച്ചിട്ട് ഫുള്ളായിട്ട് സെറ്റപ്പ് ആക്കണം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഈ ഒരു റൂമാണ് കേട്ടോ. ഇതാണ് റൂം. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റില്ല, നേരെ അപ്പുറത്ത് തന്നെ ഒരു റൂമും കൂടെ ഉണ്ട് കേട്ടോ. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഇത് കാണാം, വലിയൊരു ക്ലോക്ക്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ക്ലോക്ക് കേട്ടോ, കുറേ ആയിക്കണു. പിന്നെ ഇതാണ് സെൽഫിലൊന്നും വെച്ചിട്ടില്ല. നല്ലപോലെയൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ നമ്മുടെ ഐഷു ഒക്കെ ഒന്ന് സെറ്റാക്കിയതാണ് കേട്ടോ. അവളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. ഇത് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്താണ്, ബർത്ത്ഡേ ഗിഫ്റ്റ്. അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടിയിരിക്കണം. പിന്നെ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഹാളിലുള്ള വിശേഷം. ഇത് ടേബിളിന് ഇരുമ്പിൻ്റെ കസാരല്ലേ, ഇരുമ്പല്ലേ, സ്റ്റീലിൻ്റെ കസാര ഉണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കേടുവന്നു, അതൊന്നും വേണ്ട വെച്ചു, ഉപേക്ഷിച്ചു അവർ. ഇനി മരത്തിൻ്റെ കുറച്ച് വാങ്ങണം വെച്ചിട്ടാണ് കേട്ടോ. കസേരയൊക്കെ പുറത്താണ്. അപ്പോൾ ആ റൂമിൽ നമ്മുടെ താത്ത കിടന്നുറങ്ങേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ തുറന്ന് കാണിക്കാതെ തന്നത്. അപ്പോൾ നമ്മുടെ ഐഷു ഇവിടെ എന്തോ പണി ഒപ്പിക്കുന്നുണ്ട്. ഈ വാതിലിപ്പോൾ വെച്ചതാട്ടോ. ആ ഡോറ് അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് അങ്ങോട്ട് ഡോറ് ഉണ്ടായിരുന്നില്ല, അതിപ്പോൾ വെച്ചതാണ്. അപ്പോൾ ഫ്ലാസ്കിൽ നിന്ന് കട്ടൻ ചായ എടുത്ത് കുടിക്കണം തിരക്കിലാണ്. എല്ലാവരും ഇവിടെ ടി വി കാണുക. ഇവളിവിടെ മെല്ലെ വന്നിട്ട് കട്ടൻ ചായ എടുത്ത് കുടിക്കാം. വെള്ളവത്തി. അപ്പോൾ ഇതാണ് അടുക്കള ടൈല് കണ്ടോ, നല്ല രസമല്ലേ. മഗ്ഗും ജഗ്ഗും പറഞ്ഞ പോലെ കോഫി ഗ്ലാസ് കേട്ടോ. പിന്നെ റാക്കിൻ്റെ മേലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ്. പിന്നെ അത്യാവശ്യം ഉപയോഗിക്കണത് മാത്രം സെൽഫ് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ എവിടെ പോയാലും ഉണ്ടാവും, റേഷൻ കടയിൽ നിന്ന് കിട്ടണതല്ലേ. അപ്പോൾ അടുക്കളയിലെ ടൈൽ ഇങ്ങനെയാണ്. ഇത് വർക്ക് ഏരിയയാണ് കേട്ടോ. വർക്ക് ഏരിയയിൽ ഒരു ഷെൽഫും, 2 ഷെൽഫും അടുപ്പും മാത്രമാണ് വർക്ക് ഏരിയയിലുള്ളത്. ഇതൊരു ഷെൽഫ്. പിന്നെ ഗ്രില്ലുണ്ട്. അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയതും വർക്ക് ഏരിയ. അപ്പോൾ ഇവിടെയാണ് ചോറ് വെക്കുന്നതും കാര്യങ്ങളൊക്കെ. ഗ്യാസ് നമ്മൾ സാധാ അടുക്കളയിൽ തന്നെ കേട്ടോ. അപ്പോൾ ഗ്രില്ല് തുറന്നാൽ ഇങ്ങനെ ഒരു ഷീറ്റിട്ട സ്ഥലമാണ്. കുറച്ച് സിമെൻറ്റും മട്ടിയൊക്കെ ഇട്ടിട്ട് നല്ല നിലം ആക്കിയിട്ടുണ്ട് കേട്ടോ. ചളിയൊന്നും ഇല്ലാത്ത നിലം ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണല്ലേ ബെഡും കാര്യങ്ങളൊക്കെ എല്ലാം പുറത്താണ്. ചറവറോന്ന് കിടക്കുന്നുണ്ട്. ഊഞ്ഞാൽ അങ്ങനെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ പുറത്തൊക്കെ നല്ലപോലെ വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ പഴയ അലമാരയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ,
പാത്രങ്ങൾ, വലിയ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള ഒരു സംഭവമാണത്. അതായത് പിന്നെ പുറത്ത് നമ്മൾ പുതിയൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ബാത്റൂം കേട്ടോ. ബാത്റൂമും ഉണ്ടാക്കിയിട്ടുണ്ട്, രണ്ടും അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് കുഴൽക്കിണറാണ് ഇവിടെ ഉള്ളത്, അതിൻ്റേതാ മെഷീനാണ് അത് കേട്ടോ. അപ്പോൾ 4 റൂം കറപറാന്ന് കിടക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇനി എപ്പോഴേലും വരുമ്പോഴല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നുകൊണ്ട് ഞാൻ ഇന്ന് വന്ന അവസ്ഥയ്ക്ക് ഒരു വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മേലേക്ക് പോവുക. മേലെ നമ്മൾ ഇതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. സ്റ്റെപ്പിൽ കുട്ടികളൊക്കെ കയറുമ്പോൾ നല്ല പോലെ സൂക്ഷിക്കണം. എനിക്ക് ഭയങ്കര പേടിയാണ്, കുട്ടികളൊക്കെ അങ്ങോട്ട് കയറുന്ന കണ്ടാൽ തന്നെ എനിക്ക് പേടിയാണ്. അപ്പോൾ ഈ ലൈറ്റുകളൊക്കെ കത്തുന്നത് കേട്ടോ, രാത്രി നല്ല രസമുണ്ടാവും ഇങ്ങോട്ട് കത്തുക. അപ്പോൾ ചുവട്ടിലിരുന്ന സെറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. അത് ഈ മെഷീനിലേക്ക് ഇത്തിരി ഹൈറ്റ് വേണമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ കൊടുത്തിട്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പോയിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ താത്ത അടിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇത് മേലുള്ള സിറ്റ് ഔട്ടാണ്, കണ്ടില്ലേ? മേലുള്ള സിറ്റ് ഔട്ടിലും അത് പണിക്കാരൻ്റെ ഡ്രസ്സ് എന്തൊക്കെയാണോ തോന്നുന്നു, എന്താണെന്നറിയില്ല, കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു പോഷൻ കണ്ടോ, നിലം. ആ നിലമൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഇതിട്ടിട്ട് പെയിൻ്റ് അടിച്ചത് കേട്ടോ. ആദ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു പൈപ്പ് ഞാൻ ഇപ്പോൾ കാണുന്നുള്ളൂ, ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പൈപ്പ് ഇപ്പോൾ വെച്ചതാണ്. സംഭവം വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സെറ്റപ്പാണ് തോന്നുന്നു. അവിടെ ഇതുണ്ട് കേട്ടോ, സ്വിച്ചും ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചുവട്ടിക്ക് നോക്കി കാണുന്ന കുറച്ച് ഭാഗങ്ങളാണിത്. നമ്മൾ കണ്ടില്ലേ, അടുക്കള തുറന്നപ്പോൾ ബെഡും കാര്യങ്ങളൊക്കെ അവിടെ കിടന്ന്. അപ്പോൾ ആ കാർ പോർച്ചിൻ്റെ ഓടാണ് ആ കാണുന്നത്, കണ്ടില്ലേ? കാറ് നമ്മൾ ചുവട്ടിൽ നിന്ന് കണ്ട കാറിങ്ങനെ. പിന്നെ ഇവിടെ കുറച്ച് മഞ്ഞളൊക്കെ പൊടിക്കാനാണ് തോന്നുന്നു, അടിപൊളിയായിട്ടിട്ട്. പിന്നെ നമ്മുടെ താത്താൻ്റെ മോൻ്റെ പണിയാണ് കേട്ടത്. ആമ്പൽക്കുളത്തിൽ ആമ്പൽ ഉണ്ടായിരിക്കണു, അടിപൊളി. അതിൽ കുറേ ഗപ്പി മീനുണ്ട് അല്ലേ. ഇതൊന്ന് 2 എടുത്തിട്ട് പോകണം. നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, വീട്ടിൽ മണി പ്ലാന്റ് വെച്ചിട്ടില്ലേ, അതിലിടാൻ ഇൻഷാ അല്ലാ. അടിപൊളിയിലെ തുള്ളിച്ചാടുന്ന കുഞ്ഞിപ്പുഴു എന്ന് പറഞ്ഞ പോലെ അവരത് അങ്ങനെ തുള്ളിച്ചാടി കളിക്കണം. പൂ വിരിഞ്ഞ സന്തോഷമാണോ വെയിൽ കൊള്ളുന്ന സങ്കടമാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും അവരവിടെ കളിക്കട്ടെ. കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഇത് 3 വഴിയാണ് കേട്ടോ. അങ്ങോട്ടൊരു വഴി, ഇങ്ങോട്ടൊരു വഴി, നേരെ അങ്ങോട്ടൊരു വഴി, അങ്ങനെ 3 വഴിയാണ്. ഇത് പിന്നെ തൊട്ട് ഒരു വീട്. മുരിങ്ങക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സംഭവം മുരിങ്ങക്കായ മൂത്തിട്ടില്ല, അല്ലെങ്കിൽ 2 പൊട്ടിച്ചിട്ട് പോവായിരുന്നു. ഇനി അടുത്തത് വരുമ്പോഴേക്കും ആവും, അപ്പോൾ നമുക്ക് കൊണ്ടുപോവാം. പിന്നെ ഈ ഒരു വീട് കണ്ടോ, ഈ വീട് നമ്മുടെ നാത്തൂൻ്റെ വീട്ടുകാർ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഇവിടെ വീട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ നാട് തന്നെയാണ് ശരി എന്നുള്ളത് തോന്നിയിട്ടാണ് അവർ വീണ്ടും ആ വീട് വിറ്റ് തിരുവനന്തപുരത്തേക്ക് തന്നെ പോയി. അപ്പോൾ നമ്മൾ മേലെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി ഒരു റൂമാണ് ഇവിടെ ഉള്ളത്, വലിയൊരു റൂമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. മേലക്കൊന്നും ആരും കയറലേ ഉണ്ടായിരുന്നില്ല, ഉപയോഗേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ താത്തയും കുട്ടികളൊക്കെ വന്നപ്പോൾ പിന്നെ അവർ അങ്ങനെ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട് മോന് കേട്ടോ, പഠിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഒരു റൂം. ഇത് നമ്മളെ വീട്ടിലെ ലക്കിടി വീട്ടിലെ ഹാളിൻ്റെ അത്ര വലിപ്പമുണ്ട് ഈ ഒരു റൂം കേട്ടോ. അതിലൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്, കസേര, പിന്നെ തുണി ഉണക്കാടാൻ ഒരു ഫാന്. ഇതൊക്കെ നമ്മുടെ താത്താൻ്റെ മോന് ഇവിടെ ഉപയോഗിക്കണത്. അത്യാവശ്യം പഠിക്കാതിരിക്കാനും ഒക്കെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് കേട്ടോ. പഠിക്കാതിരിക്കുന്ന സ്ഥലമാണ്. വെള്ളമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, മണി പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റപ്പാണ്. പിന്നെ ഇതാ അലമാര, എല്ലാവിടെയും ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ. 3 റൂമിലും ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പിന്നെ ലൂമിനോസ് എന്തൊക്കെയോ കയറ്റി വെച്ചിട്ടുണ്ട്, കൂളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളതിൽ കണ്ടല്ലോ അല്ലേ. ഇനി ഞാനെവിടെയെന്ന് ചോദിക്കരുത്, ഇത്രയും നിങ്ങൾക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ഇവിടെ ഉള്ള ബാത്റൂമാണ്
ഇത് കേട്ടോ. ഇതൊന്നും ആദ്യം ഉപയോഗിക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ പൈപ്പും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ സെറ്റാക്കിയിട്ട് ഇപ്പോൾ റെഡിയാക്കിയതാണ്. ഇങ്ങനെ ബാത്റൂം മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കിടക്കണത് എന്താണെന്നൊന്നും വിചാരിക്കരുത്, ഇത് ചെറിയൊരു ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാത്തൂന് ഡ്രസ്സിങ് യൂണിറ്റ് ആയിരുന്നല്ലോ പണി. അപ്പോൾ ആ ഡ്രസ്സിങ് യൂണിറ്റ് എല്ലാം ഒഴിവാക്കി കൊടുത്തപ്പോൾ അവിടുത്തെ പീസ് തുണികളൊക്കെ എടുത്തിട്ട് വന്നതാണ് ആ ചാക്കിൽ കിടക്കുന്ന സംഭവങ്ങൾ കേട്ടോ. ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോകാം. ചെറിയ ചെറിയ കുട്ടികൾക്ക് ഡ്രസ്സ് അടിക്കാനൊക്കെ അടിക്കാൻ അറിയണവർക്ക് നല്ല കാര്യമാണ് കേട്ടോ. തുണി വെറുതെ എടുത്തിട്ട് പോയിട്ട് അടിക്കാം. അതല്ല കാശ് കൊടുത്ത് അടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അങ്ങനെ റിയാക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോ ടോപ്പും കാര്യങ്ങളൊക്കെ അടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പുറത്ത് ചെറിയൊരു വീടുണ്ട് കേട്ടോ. ഇവിടെ ഗ്രില്ലാണ് വെച്ചിരിക്കണത്. ഗ്രില്ലാണ് അടച്ചുറപ്പ് എന്നുള്ളൊരു തോന്നലാണ്. അതാണ് അങ്ങനെ ഗ്രില്ല് വെക്കാൻ കാരണം കേട്ടോ. ഡോറിനെ കാട്ടി നല്ല കനമുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയാലോ. ഇതാണ്ടോ റൂമും ബാത്റൂമും ഒരു ബാൽക്കണി സിറ്റ് ഔട്ടും. ഇതാണ് മേലെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടി.